ശിമയോനിൽ നിന്ന് പത്രോസിലേക്കും സാവൂളിൽ നിന്ന് പൗലോസിലേക്കുമുള്ള ക്രിസ്തു ദൂരത്തിന്റെ സ്മാരക ശിലയാണ് ഇന്ന് ജൂൺ 29 തിരുസഭ കൊണ്ടാടുന്ന വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ. സഭയുടെ രണ്ട് നെടുംതൂണുകളാണ് പത്രോസും പൗലോസും. കത്തോലിക്ക സഭയിൽ ഇവർക്കുള്ള പ്രാധാന്യമാണ് ഇരുവരുടെയും തിരുനാൾ ഒരേ ദിവസം കൊണ്ടാടുന്നതിന് പിന്നിലെ ഒരു കാരണം. പത്രോസ് ആകുന്ന പാറയിന്മേൽ ക്രിസ്തു തന്റെ സഭയെ പണിതുയർത്തിയപ്പോൾ പൗലോസ് ആകട്ടെ തിരിച്ചറിവുകളുടെ ഉൾവെളിച്ചം കിട്ടിയ നിമിഷം മുതൽ ആ സഭയെ വ്യാപിപ്പിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലായിരുന്നു. പത്രോസ് ക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ പ്രമുഖനായും ആദ്യ മാർപ്പാപ്പയായും അറിയപ്പെട്ടപ്പോൾ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന പേരിലാണ് പൗലോസ് അറിയപ്പെട്ടത്. ക്രൈസ്തവരെ പീഡിപ്പിക്കാനായുള്ള ഡെമാസ്കസിലേക്കുള്ള യാത്രയിലാണ് ഒരു ക്രിസ്തു അഭിമുഖീകരണത്തിലൂടെ സാവൂൾ പൗലോസായി രൂപാന്തരപ്പെട്ടത്. ആ നിമിഷം മുതൽ റോമൻ സാമ്രാജ്യത്തിലുടനീളം ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു പൗലോസ് മുഴുകിയിരുന്നത്. ക്രൈസ്തവ ഐക്യത്തിന്റെ ഉത്തമ മാതൃകകളാണ് പത്രോസും പൗലോസും. സുവിശേഷവൽക്കരണം എന്ന ഏക ലക്ഷ്യമായിരുന്നു പത്രോസിനെയും പൗലോസിനെയും ഒന്നിപ്പിച്ചത് എങ്കിലും വ്യത്യസ്തമായ രണ്ടു ചിന്താധാരകളിൽ നിന്നുകൊണ്ടായിരുന്നു അവർ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നതായി ഗലാത്യ ലേഖനം 2-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെ മറന്ന് ഒരേ ദൗത്യത്തിൽ ഐക്യത്തോടെ മുന്നേറാനുള്ള സന്നദ്ധത അവർക്കുണ്ടായിരുന്നു. ഇരുവരുടെയും തിരുനാൾ ഒരേ ദിവസം ആഘോഷിക്കുമ്പോൾ അതിലൂടെ വ്യക്തമാകുന്നത് സഭയ്ക്ക് നിർബന്ധമായും ഐക്യമുണ്ടായിരിക്കണമെന്ന സന്ദേശമാണ്. സഭയുടെ ആചപാലനപരവും സ്ഥാപനപരവുമായ അടിത്തറയെയാണ് പത്രോസ് പ്രതിനിധീകരിക്കുന്നത്. പൗലോസ് ആകട്ടെ ദൈവശാസ്ത്രപരമായ ആഴവും മിഷണറി തീക്ഷ്ണതയുമാണ് പ്രകടിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ കൊണ്ട് സമ്പന്നവും സമൃദ്ധവുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമം. പത്രോസിന്റെ ലേഖനവും പുതിയ നിയമത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ഒരേ നഗരത്തിലും ഏറെക്കുറെ ഒരേ സമയത്തുമായിരുന്നു പത്രോസും പൗലോസും രക്തസാക്ഷിത്വം വരിച്ചത്. രണ്ടുപേരുടെയും തിരുനാൾ ഒരേ ദിവസം ആചരിക്കുന്നതിനുള്ള മറ്റൊരു കാരണം അതാണ്. നീറോ ചക്രവർത്തിയുടെ മതപീഡന കാലത്തായിരുന്നു അവർ രക്തസാക്ഷികളായത്. യേശുവിനെ പോലെ മരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് തലകീഴായി കുരിശിൽ മരിക്കാനുള്ള സന്നദ്ധതയാണ് പത്രോസ് പ്രകടമാക്കിയത്. പൗലോസിന്റേത് ശിരച്ഛേദനമായിരുന്നു. മതപീഡന കാലത്തെ ഏറ്റവും ക്രൂരമായ മരണങ്ങളായിരുന്നു രണ്ടും. പത്രോസിനെയും പൗലോസിനെയും ഇല്ലാതാക്കുന്നതിലൂടെ ക്രിസ്തുവിനെ തന്നെ ഇല്ലാതാക്കാനും അവിടുത്തെ രാജ്യത്തെ നാമാവശേഷമാക്കാനും കഴിയും എന്നായിരുന്നു നീറോയുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ തെറ്റായിരുന്നു എന്നാണ് 2025 വർഷം പിന്നിട്ട തിരുസഭയുടെ വളർച്ചയും ചരിത്രവും പറയുന്നത്. പത്രോസിന്റെയും പൗലോസിന്റെയും ത്യാഗോജ്വലവും ക്രിസ്തു സ്നേഹത്തിൽ കേന്ദ്രീകൃതവുമായ രക്തസാക്ഷിത്വം പിന്നീടുള്ള ക്രിസ്തുമത വ്യാപനത്തിനും സുവിശേഷവൽക്കരണത്തിനും വളക്കൂറുകളായി മണ്ണായി മാറുകയായിരുന്നു എന്നതാണ് വാസ്തവം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളത്. ബസിലിക്കയുടെ ഉയർന്ന അൾത്താരയ്ക്ക് തൊട്ടു താഴെയാണ് പത്രോസിന്റെ കബറിടം. കുമ്പസാരത്തിന്റെ അൾത്താര എന്നുകൂടി ഇതിന് പേരുണ്ട്. ആദ്യ മാർപ്പാപ്പയായിരുന്നു പത്രോസ് എന്നതിനാൽ നിരവധി മാർപ്പാപ്പമാരെയും കർദിനാൾമാരെയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലുമായിട്ടാണ് മാർപ്പാപ്പമാർ തിരുക്കർമ്മങ്ങൾ നടത്തുന്നത്. 15,000 മുതൽ 80,000 വരെ ആളുകൾക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനാകും. നിലവിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണം 1506 ഏപ്രിൽ 18 ആരംഭിച്ച് 1626 നവംബർ 18 പൂർത്തിയായത്. ഇറ്റാലിയൻ നവോത്ഥാനകാല വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായിട്ടാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് അതുല്യ സ്ഥാനം വഹിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക
ക്രൈസ്തവ ലോകത്തിലെ എല്ലാ പള്ളികളിലും വെച്ച് ഏറ്റവും വലുതാണ്. ഡൊനാറ്റോ ബ്രഹ്മാന്റെ, മൈക്കിൾ ആഞ്ചലോ, കാർലോ മഡേണോ എന്നിവരാണ് ബസിലിക്കയുടെ രൂപകൽപ്പന പ്രധാനമായും നിർവഹിച്ചത്. റോമിലെ പ്രധാനപ്പെട്ട 4 പേപ്പൽ ബസിലിക്കകളിലും നഗരത്തിലെ പ്രധാനപ്പെട്ട 7 തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒന്നാണ് സെയിന്റ് പോൾ ബസിലിക്ക. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ താഴ്സോസിലെ പൗലോസിന്റെ ശവകുടീരത്തിന് മുകളിലാണ് ഈ ബസിലിക്ക സ്ഥാപിച്ചത്. അപ്പസ്തോലന്റെ വധശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ സെല്ല മെമ്മോറിയ എന്ന പേരിൽ ഒരു സ്മാരകം പണിതതായി പറയപ്പെടുന്നു. 324 പോപ്പ് സിൽവസ്റ്റർ ആണ് ആദ്യ ബസിലിക്കയുടെ കൂദാശ നിർവഹിച്ചത്. 5-ാം നൂറ്റാണ്ട് വരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയേക്കാൾ വലുതായിരുന്നു സെയിന്റ് പോൾ ബസിലിക്ക. 801 ഏപ്രിൽ 29 ഒരു ഭൂമി കുലുക്കത്തിൽ ബസിലിക്കയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പല നൂറ്റാണ്ടുകളിലായി പല മാർപ്പാപ്പമാരിലൂടെയാണ് സെയിന്റ് പോൾ ബസിലിക്ക ഇന്നു കാണുന്ന രൂപത്തിൽ ആയിരിക്കുന്നത്. AD 300 മുതൽ ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ക്രിസ്തീയമായും കലാപരമായും വളരെ പ്രധാനപ്പെട്ട ബസിലിക്കയാണ് ഇത്. 3 താഴികക്കുടങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചറിൽ എന്ന വിധത്തിലുള്ള അസാധാരണമായ ശില്പഭംഗി ഈ ബസിലിക്കയെ വ്യത്യസ്തമാക്കുന്നു. ഏറ്റവും ഉയരമുള്ളതും വലുതുമായ ചരിത്ര സ്മാരകമായി സെയിന്റ് പോൾ ബസിലിക്ക യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുമുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് പുറമെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ആംഗ്ലിക്കൻ ലൂതറൻ സഭകളും ജൂൺ 29 പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുന്നുണ്ട്. തിരുസഭയുടെ ഐക്യത്തിന്റെയും സാർവത്രികതയുടെയും പ്രതീകമാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ. വിവിധ കാരണങ്ങളാൽ സഭകൾ തമ്മിലും സഭയോടും അകന്നാണ് നിൽക്കുന്നതെങ്കിൽ, അനൈക്യത്തിന്റെ അരൂപിയാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ, അതെല്ലാം മറന്ന് സഭയെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു വരുവാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്തെങ്കിലും കാരണങ്ങളാൽ അനൈക്യത്തിന്റെ അരൂപികൾ നമ്മിലുണ്ടെങ്കിൽ അതെല്ലാം അകന്നുപോയി സഭയുമായി എല്ലാ വിധത്തിലും യോജിച്ചു നിൽക്കാനുള്ള കൃപയ്ക്കു വേണ്ടി ഈ തിരുനാൾ ദിനത്തിൽ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം.